നോക്കൂ, ഈ 3 പദ്ധതികളും ഒന്നാണ് എന്ന് സംസ്ഥാന സർക്കാർ പറയുകയാണ്. കേരയിൽ പദ്ധതിയിലാണല്ലോ തുടക്കം. എതിർപ്പുകളും പ്രതിഷേധങ്ങളും കേരളത്തിലെമ്പാടും മുഴങ്ങിയത് നമ്മൾ കണ്ടു. ഈ ശ്രീധരൻ ഇതാ മറ്റൊരു പാത നിർദ്ദേശിച്ചു. DMRCയുടെ മേൽനോട്ടത്തിലുള്ള ഒരു പദ്ധതി. ഒടുവിലാണ് സംസ്ഥാന സർക്കാരിന്റെ RRTS പ്രഖ്യാപനം. 3 പദ്ധതികളും എങ്ങനെയാണെന്ന് നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. ആദ്യം പ്രഖ്യാപിച്ചത് സിൽവർ ലൈനാണ്. കേരളിനെയാണ് ഇത് നടപ്പാക്കാൻ ചുമതലപ്പെടുത്തിയതും. ഇതിന്റെ ഉടമസ്ഥത, ഈ സിൽവർ ലൈനിന്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് കേരള സർക്കാരും റെയിൽവേയും ചേർന്നുള്ള കേരളിലായിരുന്നു സിൽവർ ലൈനിന്റെ ഉടമസ്ഥത. ഇതിന്റെ ട്രാക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഗേജ് ആയിരുന്നു. ട്രാക്ക് എന്ന് പറയുന്നത് നിർമ്മാണ രീതി അതും ശ്രദ്ധേയമായിരുന്നു. ഭൂരിഭാഗവും മതിലുകൾ കെട്ടി തറനിരപ്പിലൂടെയാണ് കേരയിൽ പദ്ധതി നടപ്പാക്കാൻ, അതായത് സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നത്. ഇതിന്റെ വേഗം എന്ന് പറയുന്നത് മണിക്കൂറിൽ ഏതാണ്ട് 200 കിലോമീറ്റർ വേഗത്തിലാണ് സിൽവർ ലൈൻ വിഭാവനം ചെയ്തിരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇതിന്റെ സ്ഥലം ഏറ്റെടുപ്പായിരുന്നു ഏറ്റവും സങ്കീർണം. അത് തന്നെയാണ് വലിയ പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചത്. വളരെ കൂടുതൽ സ്ഥലം ആവശ്യമായിരുന്നു. ജനവാസം കുറഞ്ഞ ഇടങ്ങൾ കണ്ടെത്തേണ്ടി വരികയായിരുന്നു. പക്ഷേ പലയിടത്തും ഇത്തരത്തിൽ സ്ഥലമൊക്കെ ഏറ്റെടുക്കാനുള്ള നടപടികൾ തുടങ്ങുകയും മഞ്ഞക്കുറ്റികളൊക്കെ സ്ഥാപിക്കുകയും ചെയ്തു. അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഇതിൽ സ്ഥലമേറ്റെടുപ്പിന് കൂടുതൽ സ്ഥലം വേണ്ടിവരുമെന്ന് തന്നെയാണ് പ്രതിഷേധങ്ങൾ ഇടയാക്കിയത്. ഇനി ഇതിന്റെ ഒരു പാരിസ്ഥിതിക ആഘാതം എന്ന് പറയുന്നത് ഈ മതിലുകൾ വരുന്നത് കൊണ്ട് തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയും പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഏതാണ്ട് സിൽവർ ലൈൻ പദ്ധതി അവസാനിച്ച മട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇതിനിടയിലാണ് അതിവേഗ റെയിൽ എന്ന പേരിൽ ഈ ശ്രീധരൻ ഒരു പദ്ധതി നിർദ്ദേശിക്കുന്നത്. ഇതിന്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനാണ് ഉടമസ്ഥത. അതായത് റെയിൽവേയുടെ പദ്ധതിയാണിത്. DMRCക്കാണ് ഇതിന്റെ മേൽനോട്ടം. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് ഇതിന്റെ മേൽനോട്ടം എന്ന് പറയുന്നത്. ഇതിന്റെ ട്രാക്ക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് ആണ്. മെട്രോ ട്രെയിനുകൾക്ക് സമാനമായ രീതിയിലാണ്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. നിർമ്മാണ രീതി എന്ന് പറയുന്നത് 90% തൂണുകൾക്ക് മുകളിലൂടെ അല്ലെങ്കിൽ ഭൂഗർഭപാത. ഈ ശ്രീധരൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതിൽ 20% ഭൂഗർഭ പാതയുണ്ടായിരുന്നത്. ഇതിന്റെ മണിക്കൂറിൽ ഇതിന്റെ വേഗം 200 മുതൽ 250 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വേഗം ഉണ്ടായിരുന്നത്. സ്ഥലം ഏറ്റെടുപ്പിന്റെ കാര്യത്തിൽ വളരെ ആശ്വാസമുണ്ട്. വളരെ കുറച്ച് സ്ഥലം മാത്രം മതി. അതായത് മെട്രോ റെയിൽ മാതൃകയായതുകൊണ്ട് തന്നെ തൂണുകൾക്കുള്ള സ്ഥലം മാത്രമാണ് ഏറ്റെടുക്കേണ്ടിയിരുന്നത്. പാരിസ്ഥിതിക ആഘാതം എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം തൂണുകൾക്ക് മുകളിലൂടെയാണ് ഈ റെയിൽ പോകുന്നത് എന്നുകൊണ്ട് പാരിസ്ഥിതിക ആഘാതം വളരെ കുറവാണ്. കുറച്ച് സ്ഥലം ഏറ്റെടുത്താൽ മതി എന്നതും ഇതിന്റെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 20% ഇതിൽ തുരങ്കപാതയും ബാക്കി മുകളിൽ ഈ മെട്രോ റെയിലിന് സമാനമായ പാതയുമാണ് എന്നതാണ് അതിവേഗ റെയിൽ എന്ന പേരിൽ ഈ ശ്രീധരൻ നിർദ്ദേശിച്ച ഇപ്പോൾ DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് RRTS എന്ന പേരിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയിലേക്ക് പോയാൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ചുമതല എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇതിൽ RRTS പദ്ധതി എന്ന് പറയുന്നത് ഇതിന്റെ നിർമ്മാണ രീതി എന്ന് പറയുന്നതും ഈ തൂണുകൾക്ക് മുകളിലൂടെ തന്നെയാണ്. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗവുമുണ്ട്. വളരെ കുറച്ച് സ്ഥലം മാത്രം മതി എന്നതാണ് RRTSന്റെ പ്രത്യേകത. മാത്രമല്ല തൂണുകൾക്ക് മുകളിലൂടെ ആയതിന് പരിസ്ഥിതി ആഘാതം വളരെ കുറവുമാണ്. ഏതാണ്ട് അതിവേഗ റെയിലിന് സമാനം തന്നെയാണ് RRTSന്റെ ഈ പദ്ധതി എന്ന് പറയുന്നത്. പക്ഷേ ഈ ശ്രീധരൻ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് സബർബൻ ട്രെയിനുകൾക്ക് സമാനമാണ്. ദില്ലിയിലേത് സമാനമാണ്. ഒരു നഗരത്തിൽ നിന്ന് ഒരു പ്രാന്തപ്രദേശം എന്ന നിലയ്ക്കാണ് റാപ്പിഡ് റെയിൽ പദ്ധതി വരുന്നത്. അതുകൊണ്ട് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല. അതാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച റാപ്പിഡ് റെയിൽ പദ്ധതിയുടെ ഒരു പോരായ്മ, അല്ലെങ്കിൽ കേന്ദ്ര അനുമതി ലഭിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സം എന്നതാണ് ഈ ശ്രീധരൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ബജറ്റ് വരെ ഏത് പദ്ധതിക്കാണ് തുക വകയിരുത്താൻ പോകുന്നത്, എന്താണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്നത്. പക്ഷേ രാഷ്ട്രീയ വാക്പോര് തുടരുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. കേന്ദ്ര പദ്ധതിയാണോ സംസ്ഥാന പദ്ധതിയാണോ, ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക്, അത് തന്നെയാണ് എപ്പോഴും പ്രശ്നമായി വരുന്നത്. ഏതായാലും നമുക്ക് ബജറ്റ് വരെ കാത്തിരിക്കാം. ഏത് പദ്ധതിയായാലും സംസ്ഥാന സർക്കാരിൻ്റെതായാലും കേന്ദ്ര സർക്കാരിൻ്റെതായാലും വികസനം അത് അനിവാര്യമാണ്. അതിവേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.